എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത തന്ത്ര ഉപാസന പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ, മറ്റ് വ്യത്യസ്ത ക്ഷേത്ര വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അരികിലെത്തുന്നതാണ്. മറക്കാതെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്ന് 5 മഹാക്ഷേത്രങ്ങളെക്കുറിച്ചാണ് പ്രതിപാദ്യം. കൊല്ലം ജില്ലയിലെ അതിപ്രശസ്തമായ കൗരവ പടയുടെ തന്നെ ശ്രേഷ്ഠ കർമ്മഫലത്തെ ധന്യമാക്കിയ 5 മഹാക്ഷേത്രങ്ങളാണ്. നമ്മൾ ഇപ്പോഴും പോകുക എന്ന് പറയുന്നത് കുന്തി പുത്രനായി തനിക്ക് കിട്ടിയ ഭാഗ്യഭാവം പരീക്ഷിച്ച കുന്തിദേവി സൂര്യനിൽ നിന്നും ഉളവായ ആദ്യപുത്രൻ കർണൻ. പക്ഷേ വിവാഹം കഴിക്കാത്ത സ്ത്രീയിൽ ഒരു കുട്ടിയുണ്ടാകുക എന്ന ഭയത്താൽ ആ കുട്ടിയെ നദിയിലൂടെ ഒഴുക്കുകയും അതിനെ കിട്ടിയതാകട്ടെ തേരാളിയായിരിക്കണ അധിരഥനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി രാധയ്ക്കുമാണ്. തങ്ങൾക്ക് കിട്ടിയ ആ സൗഭാഗ്യഭാവത്തെ നല്ലതുപോലെ വളർത്തി അതിധന്യതയോടുകൂടി മുന്നോട്ട് പോകണ മാത്രയില്ല. അങ്ങനെ മഹാഭാരത കഥകളൊക്കെ ഏവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അരം കുരു രാജാക്കന്മാരുടെ രണഭൂമിയിൽ അർജുനന് ആയി ഏറ്റുമുട്ടുകയും അതിനേക്കാളുപരി അർജുനനെ യുദ്ധത്തിനായി വെല്ലുവിളിക്കുകയും ചെയ്യിക്ക വഴി ധൃതരാഷ്ട്ര ദുര്യോധന സുഹൃത്തായി മാറുകയും ഹസ്തിനപുരത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള സാമന്ത ദേശത്തിൻ്റെ രാജാവായിട്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുകയും ചെയ്തു. അതോടുകൂടി കർണൻ എന്ന പദത്തിന് ഒട്ടേറെ അർത്ഥതലങ്ങൾ ഉളവായി എന്നുള്ളതാണ്. പിന്നെ ദുര്യോധനൻ്റെ അതിശ്രേഷ്ഠനായിട്ടുള്ള മിത്രമായി പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യുകയും തൻ്റെ മനോവീര്യബലത്തെ ദാന മാഹാത്മ്യങ്ങളിലൂടെ കർമ്മ പദ്ധതിയിലൂടെ ഉറച്ച ദൃഢനിശ്ചയമുള്ള സത്യത്തിൻ്റെ, നിഷ്ഠയുടെ, കർത്തവ്യത്തിൻ്റെ പരിപൂർണ സ്വരൂപമായിരിക്കുന്ന കർണദേവൻ. അങ്ങനെ നമ്മൾ കർണദേവ ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്. ഭഗവാന്റെ സന്നിധി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, വളരെയധികം നാളുകളായി ഇവിടെ കർണഭൂമിയായിട്ട് വിളങ്ങി നിന്നിരുന്ന സ്ഥാനഭാവം സങ്കല്പം മാത്രമേ ഉള്ളായിരുന്നു. എങ്കിലും പിന്നീട് ദേവപ്രശ്നങ്ങളും മറ്റ് കാര്യകർമ്മങ്ങളും അനുഷ്ഠിക്കുക വഴി കർണന് ആലയം ഉളവാകുകയും അല്ലെങ്കിൽ ക്ഷേത്രം ഉളവാകുകയും അതോടൊപ്പം തന്നെ കർണക്ഷേത്രത്തിൻ്റെ തൊട്ടടുക്കലായിട്ട് ഭഗവതിയെയും കുടിയിരുത്തുകയും അങ്ങനെ പ്രശസ്തമായ കർണഭൂമി. അന്നേരം ഇവിടെ ഒട്ടേറെ സജ്ജനങ്ങളാണ് എത്തിച്ചേരുന്നത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും വിശേഷമായ കർണമഹാക്ഷേത്രമാണ്. അന്നേരം ഇവിടെ വന്ന കർണദേവന് വേണ്ട വഴിപാടുകളൊക്കെ കൃത്യമായി അനുഷ്ഠിക്കുന്ന സജ്ജനങ്ങൾക്ക്, ഒട്ടേറെ സജ്ജനങ്ങൾ വരുന്ന സന്നിധി അവർക്ക് അഭിഷ്ടങ്ങൾ സാധിക്കുക എന്നുള്ളത് വളരെ അതിശയോക്തി ഉളവാകുന്ന ഒന്നാണ്. അത്ര ചൈതന്യവത്തായിട്ടാണ് കർണദേവൻ്റെ ചൈതന്യം നാട്ടുകാരുടെ വായ്മൊഴികളിലൂടെ നമ്മൾക്ക് ലഭ്യമാകണത്. അങ്ങനെയുള്ള സന്നിധിയിൽ
ഞങ്ങൾ മധ്യാഹ്ന ഭാവത്തിലാണ് ക്ഷേത്രത്തിലെ പൂജാ വിധാനങ്ങളൊക്കെ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അതും മറ്റൊരാളുടെ അറിവ് പ്രകാരമാണ്. ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണ് നമ്മളുടെ ജീവിതത്തിൽ ലഭ്യമാകുക. നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ, അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന ദേശഭാഗത്ത് അവിടെ നിന്ന് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ശാസ്താംകോട്ട റൂട്ടിൽ കുന്നത്തൂർ പാലം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ തോട്ടത്തുമുറി എന്ന ജംഗ്ഷനിൽ എത്തിച്ചേരും. ആ തോട്ടത്തുമുറി ജംഗ്ഷനിൽ നിന്ന് 1/2 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കർണൻ്റെ വിളനിലമായ ഈ ഭൂമിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള ആ കർമ്മനിധാന ഭാവത്തെ ധന്യമാക്കിയ ഭഗവാന്റെ ഈ ഇഷ്ടസന്നിധിയിൽ അഭയം പ്രാപിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല. അതിന് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചാൽ അത് ജീവിതത്തിൽ കിട്ടുന്ന മഹാഭാഗ്യമായിട്ട് കരുതുന്നു. കർണദേവൻ്റെ ആ മഹനീയമായിട്ടുള്ള ഐതിഹ്യവും ഭഗവാൻ അകമറ്റു വാഴണ അതിശ്രേഷ്ഠമായിട്ടുള്ള ക്ഷേത്രഭൂമിയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഇപ്പോൾ എത്തിച്ചേരുന്ന ഭാവം എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായിട്ടുള്ള മഹാഭാരതത്തിലെ കൗശല ബുദ്ധിക്കാരനായ ഗാന്ധാര ദേശത്തിൻ്റെ യുവരാജാവായി ധൃതരാഷ്ട്ര പത്നിയാകണ ഗാന്ധാരിയുടെ സഹോദരനായി സുബലാസുധർമ്മ അച്ഛനമ്മമാരുടെ അതിശ്രേഷ്ഠനായിട്ടുള്ള മകനായി ആർഷിയുടെ ധന്യനായ ഭർത്താവായി ഏവരിലും പ്രൗഢഗംഭീരമായ കൗശല ബുദ്ധിയിൽ വിളങ്ങി നിന്ന ശകുനി എന്ന ദേവതയുടെ സാന്നിധ്യ ഭാവത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഭാരതത്തിലെ തന്നെ ഏക ശകുനി ക്ഷേത്രമാണ് പവിത്രേശ്വരം എന്ന ദേശഭാവത്തിൽ കുടികൊള്ളണ ഈ മഹാക്ഷേത്രം. ഐതിഹ്യ പെരുമ കൊണ്ടും അഭിഷ്ടസിദ്ധികൾ കൊണ്ടും ഉദ്ദിഷ്ടകാര്യങ്ങൾ പെട്ടെന്ന് പ്രാപ്യമാകണ ഭഗവാന്റെ തിരുസന്നിധി അത്രയധികം വിശേഷതകളോടുകൂടി യഥേഷ്ടം സജ്ജനങ്ങളാൽ പൂരിതമായ പുണ്യഭൂമി. എത്രയെത്ര വർണ്ണിച്ചാലും എത്രയെത്ര അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ നേരിട്ട് എത്തി അനുഭവം വന്നിട്ടുള്ള സജ്ജനങ്ങൾ നിരവധിയാണ് എന്ന് പറയാതിരിക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പവിത്രത എന്ന് പറയുമ്പോൾ വളരെയധികം സ്ഥല സൗകര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിലും ആ കുറച്ച് സ്ഥാനഭാവത്തിൽ അതിമനോഹരമായിട്ടുള്ള പുഷ്പഹാരിതയുടെയും അല്ലെങ്കിൽ ചെടികളുടെയും മന്ത്രധ്വനികളുടെയും ഭാഗവത പാരായണക്രമ വീഴ്ചകളുടെയും ശബ്ദരസങ്ങൾ കൊണ്ട് പുണ്യമായിരിക്കുന്ന ഒരു സങ്കേതമാണ്. ഒട്ടേറെ അനുഭവസ്ഥർ ഈ ഭൂമിയെ ഇന്നും സ്മരിക്കണു, നിത്യം എത്തിച്ചേരണുണ്ട്. അതും സ്വദേശഭാവ ഭക്തജനങ്ങളല്ല, അന്യദേശങ്ങളിൽ നിന്നുള്ള സജ്ജനങ്ങളാൽ പൂരിതമായ ഈ മഹാസന്നിധി വളരെയധികം അത്ഭുത
ഭാവങ്ങളെയാണ് ശാസ്ത്രത്തിന് പോലും അത്ഭുതം തോന്നിക്കുമാറുള്ള കർമ്മതലങ്ങളിലൂടെയാണ് ഏക ഭാരത ശഗ്നി ക്ഷേത്രത്തിലൂടെയുള്ള അറിവുകൾ നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള ഭാവരാഗതാള ലയഭാവങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ പുണ്യഭൂമിയിൽ ഒന്ന് വന്ന് അവനവൻ്റെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അതേപോലെയുള്ള മാറാ വ്യാധികൾ, രോഗങ്ങൾ എന്തു തന്നെയായിരുന്നാലും ഭഗവാന് നമ്മളാൽ കഴിയണ കർമ്മതലത്താൽ അതിൽ നിന്നെല്ലാം നമ്മളെ അത്യധികം പരിപൂർണമായിട്ടുള്ള ശോഭയോടുകൂടി ഉയർത്തിയെടുക്കുകയും പിന്നെ നമ്മൾ അവിടുത്തെ ഭാഗവത്താകുകയും ചെയ്യുന്ന ഒരു അനുഭൂതിയാണ് സജ്ജനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണത്. അതിന് ഞാൻ ഈ വീഡിയോകൾ ഇടുന്നത് മുഴുവൻ എൻ്റെ കുടുംബക്ഷേത്രത്തിലെ ഉപാസനാമൂർത്തിയുടെ കർമ്മതലങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. ഒരു മധ്യാഹ്ന ഭാവത്തിലായിരിക്കും ഇതേപോലെയുള്ള ക്ഷേത്രങ്ങൾ ദർശിക്കുകയോ അല്ലെ എത്തിച്ചേരുകയും വീഡിയോകൾ എടുക്കുകയും ചെയ്യുന്നത്. ഇത് കാരണം സജ്ജനങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ഇതര ഭക്തജനങ്ങളുടെ വലിയ ബാഹുല്യമില്ലാത്ത സമയത്തായിരിക്കും നമ്മൾ ചെല്ലണത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുറമേയുള്ള വീഡിയോകൾ, അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യമുണ്ട്, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളും മറ്റു കാര്യങ്ങളും വീഡിയോയിൽ പകർത്തുന്നത് അത്ര ശരിയല്ല. ആയതുകൊണ്ട് പുറമേയുള്ള കാഴ്ചകളിലൂടെയാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. അന്നേരം ഒരിക്കലെങ്കിലും നമുക്ക് അവിടെ എത്തിച്ചേർന്നാൽ വളരെയധികം ഭാഗ്യമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉളവാകുക. അന്നേരം കർണദേവൻ്റെ ശകുനിയുടെ ഈ അടുത്ത തലങ്ങളിലേക്ക് പോകുമ്പോൾ അതിശ്രേഷ്ഠമായിരിക്കുന്ന ഭഗവാൻ മഹാദേവൻ വാണരുളുന്ന ഇവിടെ തന്നെ അടുത്ത് തന്നെയുള്ള പവിത്രേശ്വരം മഹാദേവൻ പടിഞ്ഞാറോട്ട് ദർശനമായി, അതേപോലെ തന്നെ ശഗ്നി ദേവനും പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ക്ഷേത്രസഞ്ചയമാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടിരിക്കുന്ന ദേവ സാന്നിധ്യഭാവങ്ങൾക്ക് അല്ലെ ദേവീ ദേവന്മാർക്ക് ഭയങ്കര ഊർജ്ജമൂല്യം കൂടുതലാണ് എന്നാണ് ശാസ്ത്രം വ്യക്തമാക്കുന്നത്. അങ്ങനെയുള്ളൊരു മഹാദേവ ക്ഷേത്ര സന്നിധിയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രകൃതി ഭംഗിയാർന്ന സ്ഥാനഭാവത്തിൽ അതിശ്രേഷ്ഠതയോട് നിർമ്മിച്ചിരിക്കുന്ന മഹാക്ഷേത്ര സന്നിധി. നമഃശിവായ മന്ത്രങ്ങളുടെയും ഭക്തിയുടെയും അതേപോലെ തന്നെ വയലേലകളിൽ നിന്ന് ഒഴുകിയെത്തണ ആ ഇളം കാറ്റുകളുടെയും അത്രയധികം ചൈതന്യവത്തായി മഹാദേവൻ കുടികൊള്ളണ അതിശ്രേഷ്ഠമായ മഹാസന്നിധി. മാറാവ്യാധികൾക്ക് ഇവിടെ മഹാമൃത്യുഞ്ജയ ഹവനത്തിന് വളരെയധികം പ്രാമുഖ്യമുള്ള ഒരു മഹാക്ഷേത്രമാണ്. എത്ര വ്യാധികൾ വന്ന് മാറുവാൻ സാധിക്കാത്തവർക്കും ഇവിടെ ഭഗവാന്റെ അരികിൽ മഹാമൃത്യുഞ്ജയവനം, അതേപോലെ തന്നെ ജലധാര, ക്ഷീരധാര, കൂവളത്തിന്മാല, പിൻവിളക്ക് തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ രോഗങ്ങളിൽ നിന്ന് മുക്തിയും ആയുസ്സും ആരോഗ്യവും അതേപോലെയുള്ള കർമ്മതലങ്ങളിലൂടെ ഭഗവാൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അത്രയധികം മഹാമന്ത്ര ജപങ്ങളുടെ ഒരു സന്നിധിയാണ് പവിത്രേശ്വരം മഹാദേവൻ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മളൊന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഐതിഹ്യങ്ങൾ ദേശദേശാന്തരങ്ങളിൽ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടവരുത്തണ ഒരു സന്നിധി. അന്നേരം പവിത്രേശ്വരം മഹാദേവനും അതേപോലെ തന്നെ ശഗ്നിദേവനും ഒരുമിച്ച് കുടികൊള്ളുന്ന സ്ഥാനഭാവം ഒരു 1/2 കിലോമീറ്റർ
ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിൽ. അന്നേരം പടിഞ്ഞാറോട്ടിരിക്കുന്ന ഭഗവാനാകയാൽ ഈ രണ്ട് ഭഗവാനും പടിഞ്ഞാറോട്ട് തന്നെയാണ് ദർശനഭാവത്തിലിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഊർജ്ജമൂല്യങ്ങളാണ് നമുക്ക് വന്നു ചേരുക. അനവധി സജ്ജനങ്ങൾക്കാണ് ഭാഗ്യ നിധാനങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ സന്നിധിയിലെത്തുക എന്ന് പറയുന്നത് മുൻജന്മ കർമ്മം നല്ല ഭാവത്തിൽ അനുഷ്ഠിച്ചവർക്ക് മാത്രമേ ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെ പറയാം. അത്രയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സന്നിധിയാണ് പവിത്രേശ്വരവും അതേപോലെ തന്നെ മഹാദേവൻ്റെ സന്നിധിയും ശകുനി ദേവൻ്റെ സന്നിധിയും. നമ്മൾ ഇവിടേക്ക് എത്തുക എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നും പുത്തൂർ എന്ന ദേശത്തിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുത്തൂരിൽ നിന്ന് ചീരങ്കാവ് റൂട്ടിൽ പവിത്രേശ്വരൻ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശകുനി ദേവക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. അന്നേരം അവിടെ എത്തിച്ചേർന്ന് ഭഗവാനെയൊക്കെ ദർശിച്ച് അടുത്ത ക്ഷേത്രം ഒരു 1/2 കിലോമീറ്റർ വീണ്ടും ചീരങ്കാവ് റൂട്ടിൽ സഞ്ചരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കമാനവും വലത്തോട്ട് അതിൻ്റെ ആർച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് വീഡിയോയിൽ കൂടി ദർശിക്കുവാൻ സാധിക്കും. നേരെ ഭഗവാൻ മഹാദേവൻ വാഴുന്ന ഈ ശ്രീലക ഭാവത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. അത്ഭുത കർമ്മതലങ്ങളാൽ വിളനിലമായ 2 മഹാക്ഷേത്രങ്ങളാണ് ഇപ്പോൾ ഒരേ ദേശഭാവത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഇനി നമുക്ക് 2 ക്ഷേത്രങ്ങൾ കൂടി പരിചയപ്പെടാനുണ്ട്. അത് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതീവ ശ്രേഷ്ഠമാകണ ദുര്യോധന സ്വാമി ക്ഷേത്രം, കേരളത്തിലെ ഏക ദുര്യോധന സ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ എവർക്കും അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ട് വിശദമായിട്ട് പറയണില്ല. ചക്കുവള്ളിയിൽ നിന്നും കൊല്ലം ജില്ലയിൽ ചക്കുവള്ളി എന്ന ദേശഭാവത്തിൽ നിന്ന് നേരെ കടമ്പനാട് എന്ന ദേശത്തിലേക്ക് വരുന്ന വഴി അതിശ്രേഷ്ഠമായിട്ടുള്ള പെരുവിരുത്തി മലനട ദുര്യോധന സ്വാമി ക്ഷേത്രം വളരെയധികം ചൈതന്യവത്തായിട്ട് ഭഗവാൻ കുടികൊള്ളണ മഹാക്ഷേത്രമാണ്. ഇവിടെ ചേരുന്നവർക്ക് അഭിഷ്ടങ്ങൾ, ഉദ്ദിഷ്ട കാര്യസിദ്ധികൾ, അതേപോലെയുള്ള കർമ്മതലങ്ങളാൽ ധന്യമായിരിക്കുന്ന ഒരു മഹാക്ഷേത്രം. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാകണമെങ്കിൽ ഈ ചാനലിലെ തന്നെ കേരളത്തിലെ ഏക ദുര്യോധന സ്വാമി ക്ഷേത്രം എന്ന ഭാവത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ദർശിച്ചാൽ മനസ്സിലാവും. കാരണം കൂടുതൽ ഐതിഹ്യ ഭാവങ്ങളെക്കുറിച്ച് ഞാൻ അതിനകത്ത് പ്രതിപാദിക്കണില്ല. ശ്രദ്ധയോടുകൂടി ഈ 4 ക്ഷേത്രഭാവങ്ങളാണ്. ഇനി ഒരു ക്ഷേത്രം കൂടിയുണ്ട്. അന്നേരം പരിപൂർണമായിട്ടും ഈ 5 ക്ഷേത്രങ്ങൾ ഒരു ദിവസം ദർശനം നടത്തിയാലുള്ള ഫലം എന്ന് പറഞ്ഞാൽ ആ ജീവനുകൾക്ക് ആരാണോ ആ ഒരു ഭാവത്തിൽ പ്രഭാതകാലം തൊട്ട് സന്ധ്യാകാലം വരെയുള്ള കർമ്മവേളയിൽ രാവിലെ മഹാദേവനെ കണ്ട് പവിത്രേശ്വരം മലനടയിൽ എത്തി ഭഗവാനെ കണ്ട് അതിനുശേഷം ശകുനിദേവ ക്ഷേത്രത്തിൽ എത്തി ഭഗവാനെ കണ്ട് അതിനുശേഷം ദുര്യോധനസ്വാമി ക്ഷേത്രത്തിൽ എത്തി ഭഗവാനെ കണ്ട് നേരെ അടുത്ത ക്ഷേത്രഭാവത്തിലേക്ക് ഈ കൗരവഭാവത്തിൽ ഒരു 101-ാമതായിട്ടുള്ള പുത്രഭാവമല്ല പുത്രീഭാവമാണ് ദുശ്ശള എന്ന നാമധേയത്തിൽ. നമുക്ക് ഈ ദേവിയെ മറ്റു ഒരിടത്തും കാണുവാൻ സാധിക്കുകയില്ല. അത്ര ചൈതന്യപൂരിതമായ ഒരു മഹാദേവി സഞ്ചയം ആണ് കൊല്ലം ജില്ലയിൽ തന്നെ പത്തനാപുരത്ത് നിന്ന് അതീവ
ശ്രദ്ധയോടുകൂടി നമ്മൾ അടൂർ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ അതിചൈതന്യവത്തായിട്ടുള്ള ഭഗവതിയുടെ ക്ഷേത്രനടയിലേക്ക് പുതുവയൽ എന്ന ജംഗ്ഷനിൽ നിന്ന് 1/2 കിലോമീറ്റർ ഇടത്തോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ക്ഷേത്ര കമാനവും അതേപോലെ മറ്റ് വഞ്ചി കാണിക്ക മണ്ഡപവും ഒക്കെ നമുക്ക് ഈ ദേശീയപാതയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അന്നേരം അങ്ങനെയുള്ള ഭാവത്തിൽ അവിടേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വളരെ വിശേഷതകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഭാവത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണെങ്കിൽ യഥേഷ്ടം സജ്ജനങ്ങളാൽ പരിപൂരിതമായ ഒരു മഹാചൈതന്യമാണ് ദുശ്ശള. ഇവിടെ താന്ത്രിക ആചാര്യ ഭാവത്തിൽ പൂജനം ചെയ്യുന്നത് ഓം ദുർഗ ഏം നമ ആ ഒരു ഭാവത്തിലാണ്. അന്നേരം ദുർഗയായിട്ട് ആണ് സങ്കല്പിച്ചിരിക്കുന്നത് എങ്കിലും കൗരവ പുത്രിയായിരിക്കുന്ന ദുശ്ശളാദേവിയാണ് ഇവിടുത്തെ ദേവീ ചൈതന്യം. അതോടൊപ്പം തന്നെ അതിശ്രേഷ്ഠമായിട്ടുള്ള വിഷ്ണു ശിവ ഭാവം ഒത്തൊരുമിച്ച് ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടളവിൽ, നേരം രണ്ടായിട്ട് കാണണ്ട, എന്നെ ഒന്നായിട്ട് കാണൂ എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഭാവത്തിൽ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ശങ്കരനാരായണനും തൊട്ട് അരികിലായിട്ട് ദുശ്ശളാദേവിയുടെ കൂടെ ഉളവായിട്ടുള്ള ഒരു സന്നിധി കൂടിയാണ്. അന്നേരം ഈ 5 മഹാക്ഷേത്രങ്ങൾ നിങ്ങൾ പരിപൂർണമായിട്ടുള്ള ഭാവത്തിൽ ദർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉളവായിരിക്കുന്ന കർമ്മതലങ്ങൾ എത്ര പ്രയാസമേറിയതായിക്കോട്ടെ, അല്ലെങ്കിൽ ദുരിതമുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ കടബാധ്യതകളിൽ പെട്ട് ഉഴലുന്ന മനസ്സായിക്കോട്ടെ, അതിൽ നിന്നെല്ലാം മോചനം നേടുവാൻ, അതിൽ നിന്നെല്ലാം മുക്തി വരുവാൻ ഈ 5 ക്ഷേത്രങ്ങൾ ഒരു ദിനഭാവത്തിൽ, ഒരു ദിവസഭാവത്തിൽ അങ്ങട് ദർശനം നടത്തുക. അഭിഷ്ടമായിട്ടുള്ള ഭാവങ്ങളെ ധന്യമാക്കുവാൻ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ വെറും കൈയോടെ പോകരുതെന്നാണ്. ഭഗവാന് വേണ്ടിയിട്ടുള്ള ദ്രവ്യങ്ങൾ അർപ്പണഭാവത്തിൽ മനസ്സോടുകൂടി ഈ 5 നടകളിലേക്കും ഒന്നുപോലെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് അത്ര ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ഈ 5 നടകളിൽ ഒരു ദിവസം ദർശനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഏത്താത്മാദൃഢനിശ്ചയ, ആത്മാവ് ദൃഢനിശ്ചയത്തിൽ അല്ലെ മനസ്സ് ദൃഢനിശ്ചയത്തിൽ ഈ കർമ്മതലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉളവായിരിക്കുന്ന ഏത് കർമ്മതലങ്ങളിൽ നിന്നും ദുഷിച്ച കർമ്മതലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടുകയും സഞ്ചാരപാതയിൽ എത്ര പ്രതിരോധങ്ങളുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്ത് വിജയിച്ച് മുന്നേറുവാനുമുള്ള ഒരു 5 മഹാക്ഷേത്ര സന്നിധിയാണ്. ശ്രദ്ധയോടുകൂടി ആ സവിധങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് 5 ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ ഇതെല്ലാം ഉത്സാഹഭരിതമായി മനസ്സിന് ആനന്ദവും അതേപോലെ ചൈതന്യവും അതേപോലെ ബലവും ആത്മാവിന് മുക്തിയും ശരീരത്തിന് ആരോഗ്യവും ബൗദ്ധിക ജ്ഞാനഭാവങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഈ 5 മഹാക്ഷേത്രങ്ങൾ അന്നേരം ശരീരത്തിന് മാത്രമല്ല മനസ്സിന്, ആത്മാവിന്, നമ്മൾ ജീവിതത്തിൽ ഒട്ടേറെ ധനങ്ങൾ മറ്റ് ഇതര കർമ്മങ്ങൾക്കായിട്ട് കളയുന്നുണ്ട്. പക്ഷേ ഈ 5 മഹാക്ഷേത്രങ്ങളിൽ ഒരു ദിനം 365 ദിനഭാവങ്ങൾ നമുക്കുളവായിട്ടുണ്ട്. ആ ഒരു ദിനഭാവം 365 ദിവസവും പോകണമെന്നല്ല, ഒരു ദിനം ഈ 5 ക്ഷേത്രങ്ങൾക്കായിട്ട് മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെയധികം മുകളിലേക്ക് ഉയർത്തുവാൻ ഏറ്റവും പരമമായിട്ടുള്ള ഭാവത്തിൽ എത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അന്നേരം
അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത മറ്റൊരു ക്ഷേത്രവുമായി അതേപോലെ ഉപാസനാ പദ്ധതിയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.